പ്രഖ്യാപിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് ജീവൻ പ്ലീസ് കം. നമ്മുടെ ജീവന്റെ ജീവനായ ജീവൻ ഒരിക്കൽ കൂടി ബർത്ത്ഡേ ആഘോഷിക്കാനായി നമ്മളുടെ പുറത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വേദിയിൽ വളരെ തിരക്കുകളുണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ജീവന് ആദ്യമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് കയ്യേക്ക്. അദ്ദേഹം നമ്മളെല്ലാം വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക ടെസ്റ്റ് നടത്തുകയുണ്ടായി. കാരണം വയസ്സാകും തോറും നമുക്ക് മെമ്മറി ഉണ്ടോ എന്ന് അറിയാനായിട്ട് അദ്ദേഹം നമുക്കൊരു പാസ്വേഡ് അയച്ചു. ആ പാസ്വേഡ് വർക്ക് ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇവിടെ വന്ന് എല്ലാവരും കുത്തിനോക്കി ആ പാസ്വേഡിന്റെ കൂടെ ഒരു ഹാഷ് കൂടി ഇട്ടാൽ മാത്രമേ അത് ഓപ്പൺ ആവൂ എന്നുള്ള സത്യം നിങ്ങളോട് വെളിവാക്കുകയാണ്. അത് വേറെ ആരുടെ ഐഡിയ അല്ല, നമ്മുടെ ജില്ലയുടെ ഐഡിയ ആണ്. നമ്മളെ എത്രയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ തീരുമാനം. നമ്മൾ നോക്കുമ്പോൾ പണ്ടൊക്കെ നമുക്ക് വീടുകൾക്ക് വേലി പോലും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഒരു ഗേറ്റ് കടന്ന് അടുത്ത ഗേറ്റിൽ പാസ്വേഡ് അടിച്ചാൽ ഉള്ളിൽ കയറാവുന്ന അവസ്ഥയിലുണ്ടായി. ഹാഷ്ടാഗ് വേറെ. നമുക്കെല്ലാം നമ്മളുണ്ടാക്കിയ ഒരു വേലിക്കെട്ട് ഇതിന്റെ ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇത്രയും വിശാലഹൃദയനായ നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഇത്രയും മനസ്സ് ഓപ്പണാക്കി വെച്ച ജീവൻ എന്തിനാണ് പാസ്പോർട്ട്? നിങ്ങൾ പറയൂ, ഈ പാസ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടോ? 634381 എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ടോ? ഇതെന്തായാലും മാധവ് സാർ ഉൾപ്പെടെ ഇതിൽ ശക്തമായി എതിർക്കേണ്ടതാണ്. അതൊരു പോലീസുകാരന്റെ ബുദ്ധിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാസ്വേഡ് വീടിനെ പ്രൊട്ടക്ട് ചെയ്യുക, മറ്റുള്ള ശത്രുക്കളിൽ നിന്നും ജീവനെ രക്ഷിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത് പറഞ്ഞു കൊടുത്താണോ മധു പറഞ്ഞു കൊടുത്താണോ എന്നുള്ളതാണ് സംശയം. എന്തായാലും വളരെ സന്തോഷം. പാസ്വേഡുകൾ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ജീവനെ കണ്ടുമുട്ടി സന്തോഷം. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ 37ാമത്തെ ബർത്ത്ഡേയിൽ നമ്മൾ വീണ്ടും ഒന്നിച്ചുകൂടി ഞാൻ പകുതി തമാശയും പകുതി സീരിയസ് ആയിട്ട് പറഞ്ഞു. നമ്മള് പണ്ടൊക്കെ വേലി ഉണ്ടായിരുന്നില്ല. ഏത് വീട്ടിലോട്ടും കയറുമായിരുന്നു. ഒരു വീട്ടിൽ കറി ഉണ്ടാക്കിയ മറ്റു വീട്ടിൽ കൊടുക്കുമായിരുന്നു. പരസ്പരം കാണുമായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് നമ്മളിങ്ങനെ കൂടുമ്പോ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, ചുറ്റുമുള്ള ഏറ്റവും കൂടുതൽ കാണുന്നത് ഹോസ്പിറ്റലിന്റെ ബോർഡാണ്. ഹോസ്പിറ്റലിന്റെ ഫ്ലെക്സ് കൊണ്ട് ഇവിടെ എറണാകുളം നിറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ടൗണായിട്ട് എറണാകുളം മാറിക്കഴിഞ്ഞു. മെന്റൽ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞു. സൈക്കാട്രിസ്റ്റുകളുടെ സൈക്കോളജിസ്റ്റിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സൈക്കോളജിസ്റ്റുകളാണ്. അവിടെയാണ് ഇങ്ങനത്തെ ആളുകളുടെ പ്രസക്തി. നമ്മൾ എത്ര പേരെ ചേർത്ത് പിടിക്കാനും നമ്മുടെ മനസ്സ് സന്തോഷിപ്പിക്കാനും ഈ നമ്മുടെ പ്രിയപ്പെട്ട ജീവൻ കാണിക്കുന്ന ഉത്സാഹം നിങ്ങൾ കാണാതെ പോകരുത്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് അദ്ദേഹത്തിന് വലിയൊരു കയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി വെച്ചത്. എനിക്ക് നല്ലോണം അറിയാം. അദ്ദേഹം ചെറിയൊരു ആള് മാത്രമല്ല, നിങ്ങളെല്ലാം അറിയുന്ന പോലെ ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് 318 റീജിയണൽ കോർഡിനേറ്ററും കൂടിയാണ്. വേറെ കയ്യടി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ തൊപ്പിയിലെ പൊൻതൂവലാണ്. അതുകൂടാതെ ഈ ഇവിടുത്തെ തന്നെ ഏറ്റവും നല്ല ഒരു ഡോക്ടറിന്റെ ഭർത്താവും കൂടിയാണ്. അതുപോലെ ഒരു ടീച്ചറിന്റെ മകനായിരിക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല. കുട്ടികളെ പഠിപ്പിച്ച് സ്വന്തം മകനെ പഠിപ്പിക്കാൻ വിട്ടുപോയോന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരെല്ലാം നന്നാക്കിയിട്ട് ഈ മനുഷ്യനെ എന്തുകൊണ്ട് ഇദ്ദേഹം നന്നാക്കിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത് സുഹൃത്തുക്കളെ.
അതിനെന്തായാലും അമ്മ മറുപടിയായിട്ട് വരും, നമുക്കറിയാം. ഇതൊന്നുമല്ല പുള്ളി പറയാൻ പറഞ്ഞത്, അദ്ദേഹം എന്നെ പറയാം. എന്തായാലും സന്തോഷം. നമ്മുടെ ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ, ഈ കൂട്ടുകെട്ടുകൾ എന്നും നിലനിൽക്കട്ടെ. സന്തോഷത്തോടെ ജീവിച്ച്, ആനന്ദത്തോടെ ജീവിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയാൻ നമുക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം ജീവന്മാർ കൂടുതൽ ഉണ്ടാവട്ടെ. ഇക്കാലത്ത് നമുക്ക് നോക്കി അറിയാം, അസുരന്മാരുടെ എണ്ണമാണ് കൂടുതൽ, ദേവന്മാരുടെ എണ്ണമല്ല. ആ ദേവഗണത്തിൽപ്പെട്ട നമ്മുടെ ജീവനെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യകതയാണ്. ഒരിക്കൽ കൂടി ഈ ഒരു ജീവന്റെ ബർത്ത്ഡേക്ക് ആഘോഷത്തിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മാധവൻ ചേട്ടന് ജീവനെ കുറിച്ച് നല്ല വാക്കുകൾ പറയാനായിട്ട് ക്ഷണിച്ചു കൊടുക്കും.